അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഥവാ ADHD എന്ന് പറയുന്നത് കുട്ടികളിലും മുതിർന്നവരിലും കാണപ്പെടുന്ന ഒരു ന്യൂറോ ഡെവലപ്മെൻ്റൽ അവസ്ഥയാണ്. ഇങ്ങനെയുള്ളവരിൽ ഒരേ കാര്യത്തിൽ കുറച്ചധികം നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, അടങ്ങിയിരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കാനുള്ള പ്രയാസമൊക്കെ സാധാരണയായിട്ട് കാണാറുണ്ട്. കുട്ടികളിലേക്ക് വരുമ്പോൾ അവർ ഏത് സമയവും ഒരുപാട് ആക്റ്റീവായിട്ടിരിക്കുന്ന പോലെ നമുക്ക് തോന്നാം. അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ട് ഉള്ളതുപോലെയോ, അല്ലെങ്കിൽ അവർക്കത് നമ്മൾ കൊടുക്കുന്ന ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു കാര്യം പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെയൊക്കെ തോന്നാം. ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് യൂഷ്വലി ഒരു 45 മിനിറ്റാണ് ഒരു പീരീഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ 45 മിനിറ്റും ക്ലാസ്സിൽ അടങ്ങിയിരുന്ന് ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കാനും അതനുസരിച്ച് ഫോളോ ചെയ്യാനൊക്കെ അവർക്ക് പ്രയാസമായിരിക്കും. ചിലപ്പോൾ അവർ ക്ലാസ്സിൻ്റെ ഇടയിൽ തന്നെ കുറച്ച് ക്ലാസ്സിൻ്റെ ഉള്ളിൽ കൂടെ ഓടി നടക്കാനോ അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് ചാടാനോ ഒക്കെയുള്ള ഒരു പ്രവണതയും വ്യഗ്രതയൊക്കെ ADHD ഉള്ള കുട്ടികളിൽ സാധാരണയായിട്ട് കാണാറുണ്ട്. ADHD ഉള്ള കുട്ടികൾക്ക് പഠന പ്രയാസം കാണാറുണ്ട്. കാരണം അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള പ്രയാസം ഉള്ളത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ സാമൂഹികമായ ഇടപെടലുകളും അവർക്ക് കുറവായിരിക്കും. പിന്നെ ഓരോ സാധനങ്ങൾ, അവരുടെ പെൻസിൽ, ബുക്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്കൂളിലോ ഒക്കെ മറന്നു വെച്ച് വരാനുള്ളൊരു പ്രവണത കൂടുതലായിട്ട് കാണാറുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു പ്രോപ്പർ തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻസിലൂടെ കുറച്ച് കൊണ്ടുവരാനും അവരൊരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അപ്പോൾ തെറാപ്പീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓക്യുപേഷണൽ തെറാപ്പീസ്, ബിഹേവിയർ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, അതോടൊപ്പം തന്നെ പഠനത്തിന് പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിൻ്റെ ഒരു സപ്പോർട്ട് എടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം ചുരുക്കത്തിൽ നമ്മൾ കുട്ടികളിൽ സാധാരണ വികൃതിയോ കുസൃതിയോ ഒക്കെ കാണുമ്പോൾ അത് ജസ്റ്റ് വികൃതിയാണെന്നുള്ള രീതിയിൽ കണ്ട് നമ്മൾ എന്താ പറയുക, അത് കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും, ആ ഒരു രീതിയിൽ നമ്മളതിനെ കണക്കാക്കാതെ ഒരു വിദഗ്ധ സഹായം തേടുന്നത് എപ്പോഴും നല്ലതായിരിക്കും.